ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെങ്ങട്ടാ സാധനം വാങ്ങാണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഇറങ്ങണം. എന്താ വാങ്ങണേ? മീന് മേടിക്കണം. കിട്ടോ നോക്കണം. പിന്നെന്താ പറഞ്ഞല്ലോ, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സാധനം മേടിക്കാനുള്ളൂ. കൊറേ ഒന്നുമില്ല. കൊറേ ഒക്കെ ഇന്നലെ നമ്മൾ മേടിച്ചില്ലേ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോട്ടിക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. ഒന്നുമേ ചൂട് ചൂട് എനിക്ക് പോയാ മതിയേനു. ഇപ്പം വലിച്ചിട്ട് ഇന്നെ കൊണ്ടുപോകുന്നുണ്ട്. അനക്കടെ പോയെന്നൂടെ? ഒലക്ക ഇട്ടിട്ട് ഓർമ്മയില്ലേ? ചൂടെങ്ങനെയുണ്ട്? നല്ല ചൂടാട്ടോ. എങ്ങനെ ചൂടുണ്ട്? ചൂടാ നാട്ടില് ചൂടാ തണുപ്പോ? മുന്നേ കിടക്ക് ഉണ്ടല്ലോ ചൂട് കാലത്തല്ലേ എന്നെ അങ്ങോട്ട് ഓർമ്മ. ആ, ഇവിടുത്തെ ചൂട് കാലത്ത് എന്തിനാണ് ഓർമ്മ? പോരെ അടുത്ത തണുപ്പ് കാലത്ത് എനിക്ക് വരാം. ഇതേ കേട്ടോ. പറയാനുള്ളത് എന്താ പറയാ, മേക്കപ്പ് ഒന്നും ഇട്ടുകാണ്ട് വരരുത്. ഒളിച്ചു ഇതിപ്പോ എന്തൊക്കെ ഇട്ടിങ്ങനെ ഞാൻ ഇട്ടിക്കണു. എന്തൊക്കെ ഇട്ടിക്കണു? പോടാടുന്നത് നാച്ചുറൽ ബ്യൂട്ടിയല്ലേ. എന്ത് ആ ലിപ്സ്റ്റിക് അത് വിളിച്ചിറങ്ങണേ. എന്തായാലും എന്താ പറയാ, സംഭവം രാത്രി തന്നെ നടക്കണൊക്കെ നല്ല രസാട്ടോ, വണ്ടികളും കാര്യങ്ങളൊക്കെ അയച്ചു. പക്ഷെ ചൂട് മാത്രം താങ്ങില്ല. ചൂട് മാത്രം താങ്ങൂല. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ ഫാമിലല്ലേ, FAR. നമ്മൾ ഫസ്റ്റ് കുറച്ച് മുന്നേ കിടക്ക് പൊന്നു സാർ, ഇതിന്റെ മൂട്ടിൽ വരില്ലേ? ചെറുതാക്കി എന്താ അറിയോ, നമുക്ക് കുറച്ച് ചെറിയ സാധനം കൂടെ വാങ്ങാണ്ട തന്നെ ഉള്ളൂ. എന്ത് ചെറിയ സാധനം? ഞാൻ ചവിട്ടും. കുറച്ച് മുന്നിക്ക് പോ. ഒരു ഡിസ്റ്റൻസിലേക്ക് കാണുള്ളൂ അല്ലേ? എന്താ ഇവിടെ മീനൊക്കെ ഇവിടെ മീൻ ഉണ്ടാവില്ല. അങ്ങോട്ട് പോ. ലാസ്റ്റ് മീൻ വാങ്ങാൻ പോവാണ്. അപ്പൊ മറന്നു വാങ്ങാനുള്ള എനിക്ക് മീന്. എന്താ വാങ്ങാല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ നോക്കട്ടോ. നീ കൊറേ ഭാഗം കട്ട് ചെയ്യാന്നുണ്ട് എനിക്ക്. ഇഞ്ചി കട്ടാക്കൂലേ? പിന്നെ ഇല്ലെങ്കിൽ മണ്ടക്ക് തരും. ഞാൻ ചോദിക്കൊണ്ട് എനിക്ക് ഏത് മീൻ ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ. നാട്ടിൽ നിന്ന് ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതോടെ ഞാൻ ഇടങ്ങാറായിട്ട് കൈസ്. ഇപ്പൊ ഒരു മീൻ കണ്ട അപ്പം എൻ്റെ അടുത്ത് കൊടുന്നുതരിക. പക്ഷെ വൃത്തിയൊക്കെ ആക്കി തരും. ഒന്നുണ്ടാക്കി തരുമോ അങ്ങനെ ചോദിക്കലാണ്. അപ്പൊ നമ്മള് മീന് വാങ്ങാന്നുള്ള ടാസ്ക് നമ്മൾ ഒഴിവാക്കി. ഇവിടെ മീനൊന്നും നല്ല ഫ്രഷ് വേണം. ഞാൻ ഇപ്പൊ കടലിൽ പോയി പിടിച്ചോണ്ടാ. അല്ല, കടലിൽ പിടിച്ചു കൊണ്ടിരുന്നത് നമുക്കിവിടെ മാർക്കറ്റ് കിട്ടും. അത് നമുക്ക് ഞാൻ നാളെ പോയി വാങ്ങിക്കട്ടെ. പിന്നെ ഇപ്പൊ എന്താ വാങ്ങാള്? ഇതൊക്കെ എന്താ സാധനം? പറയൂ. എന്ത് എന്നോട് എന്താ പറയുക? ഇപ്പുറത്തേക്ക് കാണുന്നില്ല. ബൺ ഐറ്റംസ് ബ്രെഡ് ബ്രെഡ് ഞാൻ വന്നിട്ട് 7 മാസം കൊണ്ട് കുറഞ്ഞ വെയിറ്റ് കുടിക്കും. പക്ഷെ പറയൂ. ഇവള് എങ്ങനായാലും 1 മാസം കൊണ്ട് 15 കിലോ വെയിറ്റ് കൂടുമ്പോൾ വെയിറ്റ് അല്ലേ? വെയിറ്റ് കൂടാതെ പോലെ കുറക്കാനൊക്കെ അറിയാം. എന്താ വെച്ചാല് എനിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടട്ടോ ഗൈസ്. ഞങ്ങള് അങ്ങനെയായിരുന്നു ഗൈസ്. ഇനി എന്താ മേടിക്കാളെ? വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചതാ. എന്താ ഷുഗർ ഇല്ലാത്ത ടൈപ്പ് നോക്കി മേടിച്ചോ. ഷുഗർ ഒക്കെ നോക്കണം.
അപ്പൊ ഗൈസ് നമ്മള് എന്താ ഐസ്ക്രീം ഒന്നും വേണ്ട. ഐസ്ക്രീം വാങ്ങിയ നാളെ ജ്യൂസ് ഇടാം. കഴിക്കാൻ വേണ്ട. ഐസ്ക്രീം എന്റെ കുട്ടി കഴിക്ക്. അപ്പൊ അങ്ങനെ നമ്മള് എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളി പെറുക്കുന്നുണ്ട്. സംഭവം എന്താ ഒന്നിന് പുതിയ തൽക്കാലത്ത് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുവന്ന ബീഫ് ലേശം കൂടി ബീഫ് കൂട്ടിട്ട് നമുക്കൊന്ന് ഫുഡ് കൂടി ഇന്ന് കൂട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നാളെ പുറത്ത് പോയിട്ട് കുറച്ച് സൗണ്ട് പറയട്ടെ കേക്കണ്ടേ? കേക്കുണ്ടോ? നാളെ നമുക്ക് പുറത്ത് പോവാം. പുറത്ത് വെച്ചോ? പുറത്ത് വെച്ചാണല്ലേ ഇപ്പൊ ഈ എവിടെ നിക്കണേ? പുറത്തല്ലേ എല്ലാം. ഓ സൈക്കോ ടിക്കറ്റ് വേണോ? വേണ്ട, ടിക്കറ്റും കൊക്കോ ആ വീട്ടിലുള്ള മുട്ടായി അടുത്ത് തിന്നയച്ചട്ടെ. ഇവന്റെ സ്വഭാവം ഞാൻ പറഞ്ഞത് ഗൈസ്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിസ്കത്തിയാണ് സംഭവം. പിസ്കത്തിയ കഥ തന്നെയാണ്. എനിക്കെന്താ വെച്ചാല് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം നമ്മള് ഉണ്ടായിട്ട് ഇങ്ങനെ വാങ്ങണത് ഇഷ്ടമല്ല. ശിവൻ അങ്ങനല്ല, അവൻ തല തിരിച്ചാണ് അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങണം. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. കാരണം ഇത് കണ്ടോളിട്ട് ഗൈസ്, ഇത് ഞങ്ങൾക്ക് റൂമിലെത്തിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇടുവാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇവന് അങ്ങനെ ഒരു ലക്ഷണം കേട്ട സ്വഭാവമുണ്ട്, അത് മാറ്റിച്ചണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ കൈന്നൊന്നും വേണ്ടത് കുട്ടികളിങ്ങോട്ട് കട്ടായത് വാ എല്ലാത്തൊരു കഥ തന്നെ കേട്ടോ ഗൈസ്. ഒരു മിനിറ്റ് ക്യാമറ ഓഫ് വേണ്ട. അപ്പൊ ഗൈസ് ഞങ്ങളൊരു എന്താ എടുക്കണ ചീസ് എടുക്കണുണ്ട് ഗൈസ്. ഞാൻ അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാലോ. ബ്രെഡില് മുട്ട അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല. സാധാരണ ഞാൻ അത് വേണമെന്ന് പറയണ്ട്, പക്ഷെ ഇത് തല തിരിച്ചാണ്. ആ സാധാരണ മലപ്പട വേണ്ട സാധനം ഇതൊന്നും വേണ്ട. അവിടെ വെക്കോ എല്ലാത്തൊരു കഷ്ടാട്ടോ ഗൈസ്. ഞാൻ അത് വേണം പറഞ്ഞ ബ്രെഡ് ചപ്പാത്തി ആക്കി ഈ കുതിരനെ അങ്ങനെ നല്ല ചൂട് പുറത്തു ഇറങ്ങിയപ്പോ ചുടുത്തൊരു കുറച്ചൊക്കെ നിക്കുക. അവിടെ തന്നെ നിക്കടാ. എങ്ങനെയുണ്ട് ചൂട്? ചൂട് മാത്രം സഹിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ ഓക്കെ. നാട് എങ്ങനെയുണ്ട്? നമ്മളെ നാടോ? സൗദി അറേബ്യ. നാട് മലപ്പുറം. മലപ്പുറത്ത് ചവിട്ടി ആട്ടിയല്ലോ. അവിടെ മലപ്പുറത്തുനിന്ന് ചവിട്ടി ആട്ടിയതാണ് സത്യം പറഞ്ഞത്. ആണ് കേട്ടോ. എനിക്കിടക്ക് ഏയ് സാധനം വാങ്ങിയാ നോക്കട്ടെ. ഞാനേ ഓൾറെഡി പിടിച്ചിക്കാണ്ടത് ചമ്മീക്കണേ. എന്ത് ഏത് കൊയങ്ങിയത് അതോ ചൂടുണ്ടോ? ഫോണിലാ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, അതാണ് വീഡിയോ വരാൻ ലേറ്റ് ആവണം. ചോദിക്കൂല ഇല്ലോട് ചോദിച്ചു റോഡിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാവും. പറ എന്തുണ്ട്? Q&A ഞങ്ങൾ വീഡിയോ വരും ഇൻഷാ അല്ലാഹ്. ഇനി പറ എന്താ ചോദിച്ചേ?
എന്ത് Q&A? എന്തൊക്കെ ആക്കുവോ ആൾക്കാർ കാണണ്ടേ വേട്ടവളിയാ. അതിനിപ്പോ എന്താ പ്രശ്നം? ഏതിലാണോ ആൾക്കാർ ചോദിച്ചേ? എന്നോട് ഇൻസ്റ്റയില് ചോദിച്ചിട്ടുണ്ട്. അത് കളയുന്ന നാണം കെടുത്തണേ എല്ലാവരും. അതൊക്കെ അതില് വരും. എന്നിട്ട് പറ നാണം കെടൂലേ? എന്തിന് ഞാൻ ആരെങ്കിലും വന്ന കുത്തിക്കൊല്ലാന്. അതെന്താ കേട്ടോ പഠിക്കോ ഞാൻ ഒറ്റക്ക് റൂമില് പിന്നെ എന്താ ചെയ്യാ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂമിലൊന്ന് വെക്കൂട്ടോ സമാധാനത്തിന്. എന്നാലൊക്കെ ഉച്ചക്കൊന്നും ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ല സമാധാനത്തിൽ ഉറക്കം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും.